നിങ്ങൾക്ക് PF അക്കൗണ്ട് ഉണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. പ്രൊവിഡൻറ്റ് ഫണ്ട് നിങ്ങളിൽ പലർക്കും സുപരിചിതമായ ഒരു വേർഡാവും. നമ്മളിൽ പലരും ഈ സംവിധാനം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത ഒരു UAN നമ്പർ മാത്രമാവും നിങ്ങളുടെ കൈവശം ഉള്ളത്. എങ്കിൽ നമുക്ക് നമ്മുടെ PF അക്കൗണ്ട് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്യാം, മറന്നുപോയ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം, UAN നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട മെമ്പർ ഹോം EPFO എന്ന് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ മെമ്പർ ഹോം EPFO എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഈ ഒരു സൈറ്റ് വളരെ ബിസി ആയിട്ടുള്ള ഒരു സൈറ്റാണ്. കൂടാതെ ഒരു ഗവൺമെൻറ് വെബ്സൈറ്റ് കൂടി ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എറർ വരാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് വന്നതിൽ ഫസ്റ്റ് കാണുന്ന, അതായത് മെമ്പർ ഹോം EPFO എന്ന് കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ കാണുന്നത് മെമ്പർ ഹോം EPFOയുടെ ഇൻ്റർഫേസ് ആണ്. ഇവിടെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇന്ത്യ എന്നും അതിൻ്റെ ലോഗോയും കാണാം. റൈറ്റ് സൈഡിലായി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, അതായത് നമ്മുടെ UAN നമ്പർ കാണാം. അതുപോലെ തന്നെ നമുക്ക് UAN നമ്പറും പാസ്വേഡും ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു ബോക്സും അവിടെ കാണാം. നിങ്ങളുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള UAN നമ്പറും നിങ്ങളുടേതായിട്ടുള്ള പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മെമ്പർ ഹോം, അതായത് നിങ്ങളുടെ പാസ്ബുക്ക് അടങ്ങിയ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നിങ്ങൾക്കൊരു UAN നമ്പറും പാസ്വേഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പാസ്ബുക്കിൽ എത്തിച്ചേരാം എന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു UAN നമ്പർ മാത്രമാണ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ UAN ആക്റ്റീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ആക്റ്റീവ് ചെയ്യണം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ലോഗിൻ ബോക്സിന് തൊട്ട് താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഈ ആക്റ്റീവ് UAN എന്ന് കാണാം. ആക്റ്റീവ് UAN എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ന്യൂ പേജ് ലോഡായി വരുന്നതാണ്. ഓപ്പണായ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആക്റ്റീവ് UAN എന്നും അതിന് തൊട്ടു താഴത്തായിട്ട് ഡീറ്റെയിൽസ് ടു ബി എൻറ്റേർഡ് ബിലോ ഷുഡ് ബി ആസ് പെർ EPFO ഡീറ്റെയിൽസ്, അതായത് തുടർന്ന് കാണിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് EPFO അക്കൗണ്ടിൽ, അതായത് നിങ്ങളുടെ എംപ്ലോയർ എങ്ങനെയാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തത് അതിനനുയോജ്യമായ ഡീറ്റെയിൽസ് തന്നെ വേണം നിങ്ങൾ ഈ ഡയലോഗ് ബോക്സിൽ എൻ്റർ ചെയ്യാൻ. ഇവിടെ നമുക്ക് ആക്റ്റീവ് ചെയ്യേണ്ട UAN നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം കാണുന്ന എൻ്റർ മെമ്പർ ID എന്നുള്ളത് കമ്പൽസറി അല്ല. അതിനുശേഷം സ്റ്റാർ മാർക്ക് കാണുന്ന, അതായത് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ മാത്രം നമുക്ക് ഫിൽ ചെയ്യാം. നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ ഡയലോഗ് ബോക്സിലെ ഓപ്ഷനുകളെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന ക്യാപ്ച ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതാണ്. ആ ഒരു മെസ്സേജിൽ നിങ്ങളുടെ ന്യൂ പാസ്വേഡ്, അതായത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത പാസ്വേഡും ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ UAN അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് മറന്നുപോയോ എങ്കിൽ നമുക്ക് അത് എങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് നോക്കാം. അതിനായി വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഡയലോഗ് ബോക്സിൽ നിങ്ങളുടെ UAN നമ്പറും അതിനനുയോജ്യമായ ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു 4 അക്ക OTP നമ്പർ വരികയും ആ OTP നമ്പർ നിങ്ങളുടെ EPFO സൈറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. നാം നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ UAN നമ്പർ എങ്ങനെ അറിയാമെന്നതാണ്.
ചില കേസുകളിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള UAN നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ നമ്പർ കൈമോശം വന്നിട്ടുണ്ടാവാം. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ UAN നമ്പർ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ EPFO സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട്, നോ യുവർ UAN നമ്പർ. അതായത് നിങ്ങളുടെ UAN നമ്പർ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. നോ യുവർ UAN നമ്പർ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിങ്ങൾ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയും അതിനുശേഷം ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. തുടർന്ന് റിക്വസ്റ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും നിങ്ങൾക്ക് UAN നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതുമാണ്. ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സെപ്പറേറ്റ് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ പരിചയപ്പെട്ട മെമ്പർ ഹോം EPFO എന്ന സൈറ്റിൽ EPFിൻ്റേതായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ EPFുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ഈ വെബ്സൈറ്റിൽ തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. പുതിയ നോട്ടിഫിക്കേഷനുകൾ, കാര്യങ്ങൾ എല്ലാം ഈ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. EPFO സൈറ്റിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.